നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ മയാമി തങ്ങളുടെ ആദ്യ വിജയം നേടിയത് ലിയോ മെസ്സിയുടെ കിടിലൻ ഫ്രീ കിക്കിലാണ്. FC പോർട്ടോയെ അവർ പരാജയപ്പെടുത്തിക്കൊണ്ടിതാ റൗണ്ട് ഓഫ് 16 സാധ്യത അതിശക്തമായിട്ട് സജീവമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തിന് ശേഷം മെസ്സി വളരെ സന്തോഷവാനാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇതൊരു ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ്, എ ഹ്യൂജ് ജോയ്, വലിയ സന്തോഷമുണ്ട്. ഞങ്ങളൊരു ഹ്യൂജ് എഫേർട്ടാണ് എടുത്തത്. റിയലി വെൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ഡിഫെൻഡ് ചെയ്യുക മാത്രമല്ല, ഫസ്റ്റ് ഹാഫിൽ ബോൾ ഞങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ആദ്യ മത്സരത്തിന് ശേഷം ചെറിയ ഒരു ബിറ്റർ ടേസ്റ്റോട് കൂടിയാണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങൾക്ക് വിജയിക്കാമായിരുന്ന മത്സരമാണ്, ഞങ്ങൾ തോൽക്കാനും സാധ്യതയുണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ളൊരു കളിയാണ് അവിടെ സംഭവിച്ചത്. ഏതായാലും ഈ വിജയം വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ്. ഞങ്ങൾ വളരെയധികം ആസ്വദിക്കുന്നു ഈ ഒരു വിജയം. ഞങ്ങളിവിടെ കോമ്പീറ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്, ഒരു തർക്കവും വേണ്ട. എല്ലാ ഗുഡ് യൂറോപ്യൻ ടീംസിനെതിരെയും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഇതിന് മുമ്പത്തെ ദിവസം ഞങ്ങൾ ഫസ്റ്റ് ഹാഫിൽ അത്ര മികച്ച പ്രകടനമല്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ പല യങ് പ്ലെയേഴ്സും ഇത്തരത്തിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് മത്സരത്തിൽ, ടൂർണമെൻറ്റിൽ, കോമ്പറ്റീഷനിൽ കളിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് അവർ നെർവസ് ആയിരുന്നു. ടുഡേ ദേ പ്ലേഡ് വെരി വെൽ. ടീം അതിശക്തമായിട്ട് തിരികെ വന്നിട്ടുമുണ്ട്. എന്തായാലും ഞങ്ങളിവിടെ കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണുള്ളത്. ഞങ്ങളുടെ ഗെയിം ഏറ്റവും മികച്ച രൂപത്തിൽ ഞങ്ങൾ കളിക്കും. ശരിയാണ്, ഈ കളിയിൽ ഞങ്ങൾ ഒരല്പം ഇൻഫീരിയർ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായുള്ള ആയുധങ്ങളുണ്ട്. അതുപയോഗിച്ച് കളി ജയിച്ച് കയറി. അടുത്തത് പാൽമിറാസ് ആണ്. കടുത്ത പോരാട്ടമായിരിക്കുമെന്ന് അറിയാമെന്നുകൂടി ലിയോ മെസ്സി പറയുന്നു. എന്തായാലും മെസ്സിയുടെ സാന്നിധ്യം തന്നെ ഇന്റർ മയാമി ടീമിൻ്റെ ഏറ്റവും വലിയ അസറ്റാണ്. അദ്ദേഹം കൊടുക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ ഊർജ്ജത്തിൽ എത്ര ദൂരം മയാമി പോകും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.